എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഫാബ്രിക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. എനിക്ക് പ്രധാനപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായും മൊത്തം കേൾക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. എൻ്റെ പ്രധാന ഉദ്ദേശം, നമുക്കറിയാം, നാം ഇപ്പോൾ യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെ അത്ര നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. ഇപ്പോൾ തന്നെ കാറ്ററിംഗ് കമ്പനിക്കാർ ഏതാണ്ട് അവരുടെ സേവനങ്ങൾ അവസാനിക്കുന്ന രീതിയിലാണ്. കടകൾ, അവർക്ക് പാചകവാതകം കിട്ടുന്നില്ല. നമുക്ക് വേണ്ട പാചകവാതകത്തിന് എത്രയോ ചെറിയൊരു ഭാഗമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഏത് സമയത്തും അതും തീരാം. ഇനി അത്യാവശ്യം പാചകവാതകം നമുക്ക് കിട്ടിയാൽ തന്നെയും അതിന് സിംഹഭാഗവും ഡിഫൻസിനും ഹോസ്പിറ്റലിനും അതിനു വേണ്ടിയായിട്ട് മാറിപ്പോകും. അത് അത്യാവശ്യമാണ്. പിന്നെ ഈ പബ്ലിക്കിന് കിട്ടുന്നത് എത്ര കണ്ട് കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. ഒന്ന് പ്രധാനമായി ചിന്തിക്കണം. ഒരു പക്ഷേ നമ്മൾ മുൻകാലങ്ങളിൽ പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിച്ച ആ പാചക രീതിയിലേക്ക് കിടക്കേണ്ടി വന്നാൽ തന്നെയും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. കാരണം അന്നത്തെ കാലത്ത് ഓരോ വീടുകളുള്ളപ്പോഴും അവരുടെ പറമ്പിന് ചുറ്റും വൃക്ഷങ്ങളും എന്തൊക്കെ മരങ്ങളും ഒക്കെ കാണും. അതിൽ നിന്നും കിട്ടുന്ന വിറക് ഉപയോഗിച്ചാണ് പാചകം ചെയ്യുന്നത്. ഒപ്പം മൺപാത്രങ്ങളിൽ. ഇന്നിപ്പോൾ ആ സ്റ്റൈല് മാറി. ആ ഭാഗത്തെല്ലാം ഇപ്പം മോഡേൺ കിച്ചണായി, ഗ്യാസായി, സ്റ്റൗവായി, പവറായി. എന്നാൽ ഇനിയിപ്പോൾ എല്ലാം ഗ്യാസിന് ക്ഷാമം വന്നാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി കൊണ്ട് പാചകം ചെയ്യുന്നതിനും അതിന് പരിമിതികളുണ്ട്. കഷ്ടിച്ച് ചെറിയ ചെറിയ പാചകങ്ങൾ അവസാനം അതേ നടക്കൂ. ഇനി ഇതിലും ഏറ്റവും വലിയ കാര്യം, പാചകം ഒരു പക്ഷേ നമ്മൾ പരമ്പരാഗതമായ പാചകത്തിലേക്ക് കടക്കുമ്പോൾ അതിനുള്ള സംവിധാനം ഒരു വീട്ടിലും ഉണ്ടാവില്ല. ചില വീടുകൾ ഇന്നും പരമ്പരാഗതമായ രീതിയിൽ പാചകം ചെയ്യുന്നുണ്ട്. അവർ പ്രധാനമായി റൈസൊക്കെ പാചകം ചെയ്യുന്നത് മൺകലങ്ങളിൽ വെച്ച് ചില ട്രഡീഷണലായി അതിഷ്ടപ്പെടുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും ഇഷ്ടപ്പെടുന്നു. ഇന്നും എൻ്റെ വീട്ടിൽ എൻ്റെ ഫോർഫാദേഴ്സ് ഉപയോഗിച്ച ഉരലും ഉലക്കയുമൊക്കെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. കൊച്ചുമക്കളെ കാണിക്കാറുണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ തന്നെ ഈ നെല്ല് പുഴുങ്ങി ഈ ഉരൽ വെച്ച് ഇടിച്ച് ഉണ്ടാക്കുന്ന പാൽ തന്നെ സെപ്പറേറ്റ് ഉമിയും ഇതൊക്കെ വേർതിരിച്ച് അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നെന്ന് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പം അവർക്കതിൽ വലിയ ആശ്ചര്യം തോന്നുന്നു. എന്നാൽ ഇന്നും എൻ്റെ ഓർമ്മകൾ എന്നിൽ തന്നെ ഉണ്ടാകണമെന്നുള്ള ഉദ്ദേശം, ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ച ഉരുളുകൾ ആ ഉരുള് ഇന്നും വീട്ടിൽ സൂക്ഷിച്ചിരിപ്പുണ്ട്. ഞാനത് കാണുമ്പോൾ എൻ്റെ പഴയ കാലത്തിലേക്കുള്ളൊരു യാത്രയാണ്. റിയലി ഭയങ്കര സന്തോഷമാകാറുണ്ട്. പക്ഷേ അതൊന്നും ഇനി പിള്ളേർക്ക് കാണില്ല. ഇനി എത്ര വീട്ടിൽ ഉരുള് സൂക്ഷിക്കുമ്പോൾ പ്രാന്താന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഓർക്കണം. യുദ്ധം കൂടിപ്പോയി കഴിഞ്ഞാൽ 100% നമ്മൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തിരിയേണ്ടി വരും. ഓർത്തിരിക്കുക. അങ്ങനെ വരണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് മനുഷ്യനെ കൺഫ്യൂഷൻ ചെയ്യാനുള്ള വീഡിയോ അല്ല. എന്നാൽ എല്ലാം കാത്തിരിക്കുക. ഇപ്പോൾ തന്നെ പല ഹോട്ടലുകളിലും ഹോട്ടലിൻ്റെ കൂട്ടുന്ന ഒരു സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. ഇനി ആഹാരം ഈ ഫുഡ് സപ്ലൈ ചെയ്യുന്ന അവർ കൊണ്ടുവരുമെന്ന് വിചാരിക്കേണ്ട. അതും ഏതാണ്ട് താഴ്വയാണ്. കാരണം ഹോട്ടൽ ഇല്ലെങ്കിൽ ഇവർക്ക് ഇവിടെ നിന്ന്, അപ്പോൾ അങ്ങനെ ഒത്തിരി തൊഴിൽ നഷ്ടപ്പെടുന്നവരുമുണ്ട്. വളരെ മോശമായ ഒരു സാഹചര്യമാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനത്ര എളുപ്പമായി കാണുന്നത്. കാരണം ഇതുവരെയായി ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഈ യുദ്ധത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ ആരും ഒരു സൈഡിൽ നിന്നുള്ള ശ്രമവും നടക്കുന്നെങ്കിൽ തന്നെയും അത് പ്രായോഗികമാകുന്നില്ല. അപ്പോൾ ഏത് സമയത്തും നമ്മൾ ഏത് അവസ്ഥകളെയും നമ്മൾ അതിജീവിക്കാൻ തയ്യാറായിരിക്കുക. ഇനി വേണ്ടി വന്നാൽ യുദ്ധം ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സൗകര്യങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടും.
ഫ്ലാറ്റിലാണ് ജീവിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കുക, ഫ്ലാറ്റിൽ ഇങ്ങനെ വിറകടുപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല, പുകപടലമായിരിക്കും, ചിന്തിക്കാൻ വരെ പറ്റില്ല. അപ്പോൾ പിന്നെ കഷ്ടപ്പെടുന്നത്, അപ്പോൾ ശകലമെങ്കിലും സമാധാനം കിട്ടുന്നത് ചെറിയൊരു വീടും ചെറിയൊരു പറമ്പും ഉള്ളവർക്കാണെങ്കിൽ മേ ബി അവർക്ക് സർവേ ചെയ്ത് പോകാൻ പറ്റും. ഇനി ചെറിയൊരു വില്ല, ഇപ്പോഴത്തെ മോഡേൺ വില്ല, ഈ ബിൽഡിംഗ് ഡെവലപ്പേഴ്സ് ചെയ്യുന്നതിന് ഇൻഡിപെൻഡൻറ്റ് വില്ലയുണ്ട്. അവിടെ വന്ന് പഴയ രീതിയിലുള്ള പാചകത്തിനുള്ള അടുപ്പവും ഇതൊന്നും സംവിധാനം ഉണ്ടാകില്ല. ഇനി അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൃക്ഷത്തൈകളായിട്ടൊന്നുമില്ല, അതെല്ലാം മോഡേൺ രീതിയിലുള്ള അവർക്ക് ലാൻഡ്സ്കേപ്പിംഗ് മറ്റെല്ലാം ചെയ്ത് അങ്ങോട്ട് വയ്ക്കുകയാണ്. അവിടെ തെങ്ങിനും അതിനും മാവിനും ഒക്കെ ഒരു സ്ഥാനമില്ല. എല്ലാം അലങ്കാര ചെടികൾ കൊണ്ട് പിടിപ്പിച്ച് കുറേ ഇൻ്റർലാക്കും ഇട്ട് മുറ്റം മൊത്തം അങ്ങോട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ടിലൊരു കാറും കാണും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞാനടക്കമുള്ളവർ മനസ്സിലാക്കണം, നമ്മളുടെ ജീവിതശൈലി വളരെ മോശമായ ഒരു രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലകളെ മറക്കുന്നു, ഇന്നലകളെ നാം തമാശയായി കാണുന്നു. പക്ഷേ നാം ജനിച്ചതും നാം വളർന്നതും നമുക്കിതുവരെ നമുക്ക് ഈ പരിഷ്കൃത ലോകത്ത് എത്താനും സഹായിച്ച നമ്മുടെ ഇന്നലെയിൽ കൂടി നമ്മൾ മുമ്പോട്ട് വന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഇനി യുദ്ധത്തെ പറ്റി പറയാം. യുദ്ധമാണെങ്കിൽ ഇനിയിപ്പോൾ പട്ടാളക്കാർ വേണ്ട, എല്ലാം ടെക്നോളജിയാണ്, എല്ലാം ഇലക്ട്രോണിക് സാറ്റലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അത് ലാസ്റ്റ് മാത്രം പട്ടാളക്കാരുടെ ആവശ്യം വരുന്നത്. ശരിക്കും പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് അവൻ്റെ വീട്ടിലിരുന്ന് ഈ AI സഹായത്തോടുകൂടി അവനെ രാജ്യത്ത് പല മാറ്റങ്ങൾ സംഭവിപ്പിക്കാൻ പറ്റും. അതിന് വലിയ ഫെൻസിങ് സെക്യൂരിറ്റി ഒന്നും വേണ്ട. കാലം അങ്ങനെ മാറിക്കഴിഞ്ഞു. കൊച്ചു കുട്ടികൾ അവരുടെ ആ മൈൻഡ് നമുക്ക് കാണിക്കാം. ഈ പല സെമിനാറുകളിലും കൊച്ചു പിള്ളേർ കാണിക്കുന്ന യന്ത്രങ്ങൾ, അവരുടെ കണ്ടുപിടുത്തങ്ങൾ വളരെ കൗതുകം തോന്നുന്നു. സോ ഒന്ന് ചിന്തിക്കുക, വീട്ടിൽ മുത്തശ്ശിമാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു പാചകം ചെയ്യുന്നത്, സാധിക്കുന്നത്. തമാശയായി കാണരുത്. നിങ്ങൾ അമ്പലത്തിൽ എവിടെയെങ്കിലും ഉത്സവത്തിന് പോകണമെങ്കിൽ സാധിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ഈ മൺകലങ്ങൾ വാങ്ങി ഒന്ന് സൂക്ഷിക്കുക വീട്ടിൽ. ഒരു പക്ഷേ അത് ആവശ്യത്തിനില്ലെങ്കിൽ ആഹാരമില്ലാത്തൊരു സ്റ്റേജിലേക്ക് കടന്നെത്തും. എല്ലാത്തിനും പ്രിപ്പയർ ആയിക്കണം. ഏത് സാഹചര്യം അതിജീവിക്കാനുള്ള തൻ്റെ ഉണ്ടാകണം. ഇല്ലെങ്കിൽ നാം വല്ലാത്തൊരു സാഹചര്യം, ആഹാരം കിട്ടാതെ മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചെന്നെത്തും. യുദ്ധം കെടുതികൾ നിങ്ങൾക്കറിയില്ല. ഓരോ ദിവസവും ആൾക്കാർ മരിച്ചു വീഴുകയാണ്. ഇത് നമുക്ക് യുദ്ധമില്ല, നാം സേഫ് എന്ന് ഒരിക്കലും ധരിക്കരുത്. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഒരു ലോകത്തിൻ്റെ ഒരു കോണിൽ നിന്ന്, നോർത്ത് പോളിൽ നിന്ന് മറ്റൊരേത് പോളിലേക്കും പോകാനുള്ള ബോഡിഗാർഡ് മിസൈൽ സംവിധാനങ്ങൾ ഇന്ന് ഓരോരുത്തരും കരസ്ഥമാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ നമ്മുടെ മുന്നിലായിരിക്കും പതിക്കുക. ബങ്കറിൻ്റെ ആവശ്യം, ബങ്കറിൽ പോയി തന്നെ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം കിട്ടിയെന്ന് വരികയില്ല. അങ്ങനെ ഉണ്ടാക്കാതിരിക്കട്ടെ. പക്ഷേ എല്ലാത്തിനും നാം പ്രിപ്പയർ ആയിരിക്കണം. നമുക്ക് ലോകത്തിൻ്റെ സമാധാനം വേണം. നമ്മൾ പരമ്പരാഗതമായ പാചകങ്ങളെക്കുറിച്ച് വല്ലപ്പോഴും ഒന്ന് മനസ്സിലാക്കണം, അത് ചെയ്യണം, ശ്രമിക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് മൺകലത്തിൽ പാചകം ചെയ്യുന്ന ചോറാണ്. മറ്റേ അലുമിനിയം പാത്രമൊന്നും എനിക്ക് ഉപയോഗിക്കാനോട് ഞാൻ അത്ര താല്പര്യം കാണിക്കാറില്ല. പക്ഷേ അത് എൻ്റെ ആവശ്യം എപ്പോഴും വീട്ടുകാർക്ക് സാധീകരിച്ച് തരാനും സാധിക്കില്ല. കാരണം അതിനുള്ള ആൾക്കാരില്ല. മറ്റാരെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ അത് വലിയ കൗതുകത്തോടെയാണ് ഞാൻ കാണുന്നത്. ഈ കപ്പ പുഴുങ്ങുന്നത് ഈ എന്താ പറയുക, ഈ മൺപാത്രത്തിൽ എനിക്കതൊരു ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അപ്പോൾ പലപ്പോഴും കിട്ടും. പക്ഷേ നമ്മുടെയൊക്കെ സമയം കഴിയുമ്പോൾ ഇതങ്ങോട്ട് മൊത്തം തീർന്നു. പിന്നെ എന്തോ കഷ്ടിച്ച് വീട്ടിലുള്ള മരങ്ങളും കുറച്ച് തെങ്ങുമുണ്ട്. വിറകിനൊന്നും വലിയ കുഴപ്പമില്ല. എന്നാൽ ഇതില്ലാത്തവരുണ്ട്, അവരെന്ത് ചെയ്യും? ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുൻകാലങ്ങളിൽ ലോറികളിൽ കാട്ടിൽ നിന്ന് തടി വെട്ടി വരും. ഇപ്പോൾ അവിടെ വനപാലകരുണ്ട്, അവർ അവിടെ ബ്ലോക്ക് ചെയ്യും. പിന്നെ അവസാനം ഇന്ന് കിട്ടുന്ന ക്രൂഡ് ഓയിലിനേക്കാൾ വില നമുക്ക് മുൻപ് നമ്മുടെ പറമ്പിൽ കിട്ടിയ വിറകിന് വില വരും. സൂക്ഷിക്കുക. നമ്മുടെ ജീവിതശൈലികൾ നാം എങ്ങനെ തിരിയുന്നു എന്താണെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അഹങ്കരിക്കാതിരിക്കുക. നമ്മുടെ സാഹചര്യങ്ങൾ വളരെ മോശമാണ്. ക്യാഷ് ഉണ്ടെങ്കിലും ക്യാഷ് കൊടുത്ത് സാധനം വാങ്ങാൻ ധാന്യങ്ങളുണ്ടാവില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആഹാര സാധനങ്ങൾ കിട്ടത്തില്ല. ഹോട്ടലിൽ പോകാൻ പറ്റില്ല. ഇതിനെപ്പറ്റി വളരെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമാണ്. ഞാൻ ഒരിക്കൽ കൂടി ഭീതിപ്പെടുത്താൻ ഇടുന്ന ഒരു വീഡിയോ അല്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഓർക്കണം, നാളെ ഏത് സാഹചര്യവും
നാം തരണം ചെയ്യാനുള്ള ഒരു ശക്തി നമ്മിലുണ്ടാകണം. മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികർ എങ്ങനെ ജീവിച്ചു, അവരുടെ ജീവിതശൈലി എങ്ങനെയായിരുന്നു, പാചകം എങ്ങനെയായിരുന്നു ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പം തന്നെ ഏതാണ്ട് മുൻകാലങ്ങളിൽ എത്ര പേരുള്ളൂ, കുറച്ച് ആൾക്കാർ ജീവിച്ചിരിപ്പുള്ളൂ. ഏതാണ്ട് ഒരു 1940, 40, 45 ആ കാലയളവിലുള്ളവരാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ വളരെ കുറവ് ആൾക്കാരാണ്. ഇപ്പം തന്നെ 60 വയസ്സ് 58 വയസ്സിലൊക്കെ അങ്ങോട്ട് തീരുകയാണ്. അത് ഈ ഉള്ള ശരീരമുള്ള ഈ ജങ്ക് ഫുഡും ഈ കച്ചറ സാധനം വാങ്ങി തിന്നി ശരീരത്തെ മൊത്തം അനുകൂലപ്പെടുത്തി കംപ്ലീറ്റ് ഡാമേജ് ആക്കി കളയുകയാണ്. അധ്വാനിക്കാതെ കിട്ടുന്ന പൈസയുണ്ട്. മൂപ്പിലന്മാർ മുൻകാലങ്ങളിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വസ്തുവകൾ എല്ലാം വെച്ച് അതിനെ വിറ്റ് തിന്ന് ഉള്ള ജങ്ക് ഫുഡും കഴിഞ്ഞ് ഉള്ള പൈസ ആശുപത്രിയും കൊടുത്ത് ജീവിക്കുന്ന ഒരു ജീവിതശൈലി ഇപ്പോൾ കേരളീയർ മാറിക്കഴിഞ്ഞു. ഒന്ന് സങ്കടം തോന്നുന്നു ഓരോ കാര്യങ്ങളും നമ്മളൊന്ന് വീക്ഷിക്കുമ്പോൾ അറിയുമ്പോൾ. എൻ്റെയൊക്കെ പഴയ കാലത്തെക്കുറിച്ച് ഓർക്കും ഇന്നത്തെ ജീവിത രീതി നിൽക്കും. ഇറ്റ്സ് വെരി ഹാർഡ് ടു എക്സ്പ്ലെയിൻ. വിഷമമുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിഷയം ഇന്നത്തെ യങ് ജനറേഷൻ ഇതിനെപ്പറ്റി ഒരു ക്ലാസ്സും ഇപ്പോൾ എടുക്കുന്ന കൊടുക്കുക, മോഡേൺ ക്ലാസ്സിനെ പറ്റി കൊടുക്കുക, അവർ കമ്പ്യൂട്ടർ ക്ലാസ്സിന് കൊടുക്കുക. ജീവിതത്തെക്കുറിച്ച് ഇന്നലെ നമ്മൾ ഇങ്ങനെ ആയിരുന്നെന്ന് എത്ര വീട്ടിലാണ് ഓറൽ കാണിച്ചു തരാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ നിന്നും ഞങ്ങൾ ഉപയോഗിച്ച ആ ഉരൽ വീട്ടിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ ആ പഴയകാല ഓർമ്മകൾ നമ്മിലേക്ക് വരികയാണ്. ഞാൻ കൂടുതൽ വീഡിയോയിലേക്ക് കടക്കുന്നില്ല. സമയം എല്ലാവർക്കും പ്രധാനമാണ്. ഞാൻ നീണ്ട ഒരു പ്രസംഗം നടത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേങ്കിലും ഈ വീഡിയോ കണ്ടാൽ എല്ലാവരിലേക്കും ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം ഈ പഴയ രീതിയിലുള്ള പാചക രീതിക്കുള്ള ട്രയലെങ്കിലും ചെയ്തിരിക്കുക. പ്രത്യേകിച്ച് റെസിഡൻസ് അസോസിയേഷൻ അവരൊന്ന് മുൻകൈ എടുക്കുക. വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ എമർജൻസിക്കുള്ള ഒരു പാചകം, ട്രഡീഷണലായിട്ടുള്ള പാചകത്തിനുള്ളൊരു സംവിധാനങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. ഒരു പക്ഷേ അതിന് ഉപയോഗം വേണ്ടി വരും. അവസാനം ഈ അടുപ്പുണ്ടാക്കാനുള്ള കല്ല് വരെ കിട്ടത്തില്ല. അതിന് ഡിമാൻഡ് വരുന്ന ഒരു ആവശ്യമായിരിക്കും. മുത്തശ്ശിമാരോട് കാര്യങ്ങൾ അന്വേഷിക്കുക. അതെങ്ങനെയാണെന്ന്, ഏത് രീതിയാണെന്ന്. ഒരു പക്ഷേ ഈ ടോട്ടൽ പവർ തന്നെ അവശേഷിച്ച് വന്നാൽ എങ്ങനെയാണ് അരകല്ലിൻ്റെയും ഈ അമ്മിക്കല്ലിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്താണ്, അതുകൊണ്ട് ഒന്ന് നോക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. നാളെ പട്ടിണി കിടക്കാതെ സാധിക്കുക. അല്ലെങ്കിൽ ആഹാരം കഴിക്കാതെ, ആഹാരസാധനം ഉണ്ടെങ്കിലും പാചകം ചെയ്യാൻ അറിയാത്ത ആൾക്കാരുണ്ട്. എങ്ങനെയാണ് തീ കത്തിക്കുക എന്നറിയില്ല, വിറകെങ്ങനെ സൂക്ഷിക്കണം, അടുപ്പ് എങ്ങനെ കൂട്ടണം, പാത്രം എങ്ങനെ ഉപയോഗിക്കണം, അതെങ്ങനെ ക്ലീൻ ചെയ്യണം, ഇതൊക്കെ ഒന്ന് അറിയാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. കാണാൻ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ലോകത്ത് സമാധാനം വരട്ടെ, യുദ്ധം തീരട്ടെ, ശാന്തി വരട്ടെ. ഒപ്പം നമ്മുടെ ഇന്നലെക്കുറിച്ച്, ആ പാചക രീതിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. താങ്ക് യു.